ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. വീണ്ടും LPUP ഇൻ്റർവ്യൂകളിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നടക്കുന്ന LP ഇൻ്റർവ്യൂകളിൽ റിപ്പീറ്റഡ് ആയിട്ട് പല ജില്ലകളിൽ ചോദിച്ചു കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻ രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ടും ലൈക്കായിട്ടും രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോസ് ആണ് ഇഷ്ടപ്പെടുന്നത് അത്തരം രീതിയിലുള്ള വീഡിയോസ് നമ്മൾ തുടർന്നും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാത്രമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ടോപ്പിക്സിനെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പുതിയൊരു പ്ലേലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഹോട്ട് ടോപ്പിക്സ് എന്നാണ്, അതായത് നമ്മുടെ LP ഇൻ്റർവ്യൂകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വരുന്നതും ഒരു ടോപ്പിക്കിനെ പറ്റി തന്നെ പല വിധത്തിൽ ചോദ്യങ്ങൾ വരുന്നു. അത്തരത്തിലുള്ള ടോപ്പിക്സ് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ ഹോട്ട് ടോപ്പിക് സീരീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 5-6 വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ വരുന്ന വീഡിയോസും ടോപ്പിക്സുമാണ് ആ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചില വീഡിയോസ് ഞാൻ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്തൊന്ന് കേൾക്കുമ്പോഴാണ് ചിലത് കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ടോണാണ് ചിലതിൽ മാത്രം. പ്രത്യേകിച്ച് ഹോട്ട് ടോപ്പിക്സിൻ്റെ സീരീസിലാണെന്ന് തോന്നുന്നു, കുറച്ച് സ്ലോയിലാണ് ഞാൻ പറയുന്നത് വീഡിയോ അവതരിപ്പിക്കുമ്പോൾ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1.5 എന്നിട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈമും അല്പം കൂടി ഈസി ആയിട്ട് കഴിഞ്ഞു പോവും. അതുപോലെ തന്നെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കേൾക്കാനായിട്ട് ഇരിക്കാൻ നമുക്ക് തോന്നുന്നത് ഇത്തിരി സ്പീഡ് കൂടുമ്പോഴാണെന്ന്. ചില വീഡിയോസൊന്നും കുഴപ്പമില്ല, ജസ്റ്റ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയത്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ചോദ്യമാണ് ആസൂത്രണത്തെ പറ്റിയിട്ട്. ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാർഷിക ആസൂത്രണമുണ്ട്, യൂണിറ്റ് ആസൂത്രണമുണ്ട്, മറ്റൊന്ന് ടീച്ചിങ് മാനുവൽ, അതായത് പാഠാസൂത്രണം. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് യൂണിറ്റ് ആസൂത്രണം, അതായത് യൂണിറ്റ് പ്ലാൻ എന്നുള്ള ചോദ്യമാണ്. ഒരുപാട് വട്ടം ചോദിച്ചു കണ്ടത് യൂണിറ്റ് പ്ലാൻ ആണ്. എങ്കിലും നമ്മൾ ജസ്റ്റ് 3നെയും ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. വാർഷികാസൂത്രണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വർഷം മുഴുവൻ ഉള്ള സമയം കൊണ്ട് ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളിലെ ഒരു ദീർഘകാല ആസൂത്രണമാണ്. ഇതിൽ ഓരോ പാഠ്യവസ്തുക്കളെയും യൂണിറ്റുകളായിട്ട് ഓരോ ഏകകങ്ങൾ അഥവാ യൂണിറ്റുകളാക്കി തിരിച്ചതിന് ശേഷം ഓരോന്നിലും എന്തൊക്കെയാണ് നമ്മൾ പ്രതികരണങ്ങൾ, ഓരോ ദിവസം ഏതൊക്കെ നടത്തണം, ഏതെല്ലാം പോർഷൻസാണ് ഓരോ ദിവസവും അവതരിപ്പിക്കേണ്ടത് എന്നതിനൊക്കെ നമ്മൾ അവിടെ കട്ട് ചെയ്ത് നമ്മൾ തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കുക. അത് കുറച്ച് ദിവസത്തേക്കല്ല, ഒരു വർഷത്തേക്ക് മുഴുവനായിട്ടുള്ള ഒരു പ്ലാനാണ്. അത് ആഴ്ചയിലേക്കായിട്ടാണെങ്കിലും പിന്നെ അതുപോലെ ഒരു മാസത്തേക്കായിട്ടുള്ളതാണെങ്കിലും ഒക്കെ നമ്മൾ തിരിച്ചിട്ടായിരിക്കും നമ്മൾ അതിൽ ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു ഓരോ മാസം തീർക്കേണ്ട പാഠഭാഗങ്ങളുടെ ഒരു രേഖ നമുക്ക് ലഭിക്കും. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ വാർഷികാസൂത്രണം തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിദ്യാലയത്തിലെ അധ്യാപകരെല്ലാം ഒത്തുചേർന്നിട്ടാണ് വാർഷിക ആസൂത്രണം തയ്യാറാക്കുന്നത് എന്നുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാം. മറ്റൊന്ന് ഏകകാസൂത്രണം അഥവാ യൂണിറ്റ് പ്ലാൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നത് യൂണിറ്റ് പ്ലാനിനെ സംബന്ധിച്ചാണ്. പാഠ്യവസ്തുക്കളിലെ പരസ്പര ബന്ധിതമായിട്ടുള്ളൊരു മിക്സാണ് ഈ യൂണിറ്റ് ആസൂത്രണം എന്ന് പറയുന്നത്. അതിൽ ഉള്ളടക്കത്തിലെ വിവിധ അംശങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടായിരിക്കണം ഈ യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കേണ്ടത്. ഉദ്ദേശം കൃത്യമായിട്ട് അതിൽ പറഞ്ഞിരിക്കണം. പഠിതാക്കളിലെ വ്യത്യാസങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ അറിഞ്ഞ് ഒരു ബോധനം നടത്താനായിട്ട് സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു യൂണിറ്റ് പ്ലാൻ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ വിലയിരുത്താനും ഫീഡ്ബാക്ക് അത് ലഭിക്കാനും ഉള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ യൂണിറ്റ് പ്ലാനിൽ കൊടുക്കണം. വാർഷികാസൂത്രണത്തിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് ടോട്ടലായിട്ടൊരു ഇയർലി പ്ലാനാണ്. തീർച്ചയായിട്ടും എന്തൊക്കെ പ്രവർത്തനങ്ങൾ, ഫീഡ്ബാക്കിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊന്നും വാർഷികാസൂത്രണത്തിൽ നമുക്ക്
ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഇതെല്ലാം ചെയ്യുന്നത് യൂണിറ്റ് പ്ലാനിലാണ്. നമ്മുടെ ഫീഡ്ബാക്ക്, വിലയിരുത്തൽ, ഇതൊക്കെ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അത് കുട്ടികളിൽ നിന്ന് എത്തരത്തിലുള്ള ഫീഡ്ബാക്കാണ് നമുക്ക് ലഭിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ യൂണിറ്റ് പ്ലാനിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം. ഉള്ളടക്കത്തിന്റെ അപഗ്രഥനം, അതായത് അനാലിസിസ്, റിവ്യൂ, അതുപോലെ ഉദ്ദേശങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ, ലേണിംഗ് ആക്ടിവിറ്റീസ്, മൂല്യനിർണ്ണയം, ഇതൊക്കെ കൃത്യമായിട്ട് യൂണിറ്റ് പ്ലാനിൽ വേണം. യൂണിറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. അനാലിസിസ് അഥവാ ഒരു ഉള്ളടക്കത്തിന്റെ അപഗ്രഥനം എന്ന് പറയാം. അതുപോലെ റിവ്യൂ, ഒബ്ജക്റ്റീവ്സ്, എന്തെല്ലാം ഉദ്ദേശങ്ങളാണ് വേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങൾ, ലേണിംഗ് ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ് നൽകുന്നത്. മറ്റൊന്ന് മൂല്യനിർണ്ണയം. ഇതെല്ലാം കൃത്യമായി യൂണിറ്റ് പ്ലാനിൽ നമ്മൾ ടീച്ചർമാരെ ചേർക്കേണ്ടതുണ്ട്. ഇത്രയാണ് യൂണിറ്റ് പ്ലാനിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്നാണ് ലെസൺ പ്ലാൻ. ഇതിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട. പാഠാസൂത്രണം എന്ന് പറയുന്നത് അധ്യാപനത്തിന്റെ താക്കോൽ എന്നാണ് പറയുന്നത്. അതായത് കീ ടു ഗുഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലെസൺ പ്ലാൻ ആണ്. നമുക്ക് ലെസൺ പ്ലാനിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ലെസൺ പ്ലാൻ, എന്താണ് അതിന്റെ ഘട്ടങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു പീരീഡിൽ അവതരിപ്പിക്കേണ്ട ക്രമത്തിൽ ഏതെല്ലാം ആക്ടിവിറ്റീസ് ഫസ്റ്റ് വേണം, ഏതെല്ലാം ആക്ടിവിറ്റീസ് അവസാനം, അതുപോലെ തുടർ പ്രവർത്തനം എന്തായിരിക്കണം നൽകേണ്ടത് എന്നതിനെ പറ്റി എല്ലാം പറയുന്നതാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. ഓരോ ദിവസവും ചെയ്യേണ്ട പഠന പ്രവർത്തനങ്ങളുടെ അളവ്, അതിൻ്റെ ഉദ്ദേശം എല്ലാം ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ദിവസത്തിലൂടെ കുട്ടി നേടിയെടുക്കേണ്ട ലക്ഷ്യം, അത് നേടിയെടുക്കാൻ എന്തെല്ലാം പഠന പ്രവർത്തനങ്ങളാണ് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത്, അതിന് അവസാനമായിട്ട് അതിൽ എന്തെല്ലാം നമ്മൾ പഠനോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കുട്ടിയിൽ നിന്ന് എന്തെല്ലാം പഠന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നുണ്ട്, ഇതെല്ലാം ലെസൺ പ്ലാനിൽ, പാഠാസൂത്രണത്തിൽ ഉണ്ടായിരിക്കും. പാഠാസൂത്രണത്തിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് ഹെർബാഷ്യൻ സമീപനം എന്ന് പറയുന്നത്. ഇതിന് ഒരു 6 ഘട്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ചോദിച്ചു കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ചേർക്കാവുന്ന ഒന്നാണ് ഹെർബാഷ്യൻ സമീപനമാണ്. സാധാരണയായിട്ട് ലെസൺ പ്ലാനിൽ നമ്മൾ പ്രാധാന്യത്തോടു കൂടി ശാസ്ത്രജ്ഞർ, എഡ്യൂക്കേഷണലിസ്റ്റൊക്കെ പറയുന്ന ഒന്ന്. ഇതിനോട് ചേർന്ന് പറയുന്ന ഒന്നാണ് വിലയിരുത്തൽ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. വിലയിരുത്തലിനെ കുറിച്ച് തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് സമഗ്രവും നിരന്തരവുമായിട്ടുള്ളൊരു വിലയിരുത്തലാകണം എന്നുള്ളത് നമുക്കൊന്നുകൂടി പറയാം. അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, CCE. ഇന്ന് ഏത് തരം മൂല്യനിർണ്ണയമാണ് ഫോളോ ചെയ്യുന്നത് എന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. CCE അഥവാ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. അവർ തെറ്റിക്കാനായിട്ട് CE ആണോ എന്ന് ചോദിക്കുകയാണ് ഉണ്ടായത്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണോ എന്നുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പല കുട്ടികളും പെട്ടെന്ന് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നുള്ളതിൽ നമ്മൾ അതെ പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ഇവാലുവേഷൻ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണ്, സമഗ്രവും നിരന്തരവുമായ വിലയിരുത്തൽ. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പഠിതാക്കളുടെ വികസന നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനും സ്ഥാനനിർണയത്തിനും ഉള്ളൊരു ഏറ്റവും മികച്ച ഒരു ഇവാലുവേഷൻ ടെക്നിക്കാണ് CCE എന്ന് പറയുന്നത്. അതായത് പഠിതാക്കളെ 360 ഡിഗ്രിയിൽ വിലയിരുത്തുക. അങ്ങനെയാണ് നമ്മൾ 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത്. കുട്ടികളുടെ പൂർണ്ണമായിട്ട് വിലയിരുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പക്ഷെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പഠിതാക്കളെ 360 ഡിഗ്രിയിൽ വിലയിരുത്തുക. അതായത് ആ കുട്ടിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിലയിരുത്തൽ ഒരു അധ്യാപകർ നടത്തണം, അല്ലെങ്കിൽ ഒരു അധ്യാപിക നടത്തണം. ഒരു ചെറിയ പോർഷൻ പോലും വിട്ടുപോകാതെ ആ കുട്ടിയുടെ ഏതെല്ലാം കഴിവുകളാണ് ആ കുട്ടികൾക്കുള്ളത്,
പഠനത്തിൽ മാത്രമല്ല അതല്ലാതെയുള്ള എല്ലാ കഴിവുകളും വിലയിരുത്തുകയും വ്യക്തമായത് രേഖപ്പെടുത്തുകയും വേണമെന്ന് CCE എന്ന ഒരു മെത്തേഡിലൂടെ അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോ തുടർന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ഇപ്പോൾ പ്രൈമറി തലത്തിൽ ഏത് ഗ്രേഡിംഗ് പോയിന്റ് സിസ്റ്റമാണ് നിലനിൽക്കുന്നതെന്ന്. പ്രൈമറി തലത്തിൽ 5 പോയിന്റ് ഗ്രേഡിംഗ് ആണ് നിലവിലുള്ളത്. അതായത് A+, A, B+, B, C ഇങ്ങനെ 5 തരത്തിൽ 5 മൂല്യനിർണ്ണയ പോയിന്റുകളിലൂടെയാണ് പ്രൈമറി തലത്തിൽ നമ്മൾ ഗ്രേഡിംഗ് നടത്തുന്നത്. എന്നാൽ SSLC തലത്തിൽ 9 പോയിന്റാണ്. അതല്ല, 9 പോയിന്റ് പരോക്ഷ ഗ്രേഡിംഗ് എന്ന് തന്നെ പറയാം. A+, A, B+, B, C+, C, D+, D, E അങ്ങനെ 9 പോയിന്റാണ്. 9 പോയിന്റ് പരോക്ഷ ഗ്രേഡിംഗ് ആണ് SSLCയിൽ ഇപ്പോൾ നിലവിലുള്ളത്. പ്രൈമറി തലത്തിൽ പ്രത്യക്ഷ ഗ്രേഡിംഗ് രീതിയാണ്. അതുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. പ്രൈമറി തലത്തിൽ 5 പോയിന്റ് എന്നതിനോടൊപ്പം തന്നെ പ്രത്യക്ഷ ഗ്രേഡിംഗ് രീതിയാണെന്ന് കൂടി നമ്മൾ പറയണം. SSLCയിൽ പരോക്ഷ ഗ്രേഡിംഗ് ആണ്. എന്താണ് പ്രത്യക്ഷ ഗ്രേഡിംഗ് അല്ലെങ്കിൽ പരോക്ഷ ഗ്രേഡിംഗ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരു ക്വസ്റ്റ്യൻ, അതിന് ഒരു ആൻസർ, ആ ആൻസർ ടീച്ചർ കറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നേരിട്ട് ഗ്രേഡ് നൽകുന്നതാണ് പ്രത്യക്ഷ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് മാർക്ക് ഇട്ട ശേഷം ആ മാർക്കിന് ആനുപാതികമായിട്ടല്ല ഗ്രേഡ് കൊടുക്കുന്നത്. ആദ്യം തന്നെ A ഗ്രേഡ് അല്ലെങ്കിൽ A+ അങ്ങനെ ഒറ്റ നേരിട്ട് ഗ്രേഡ് കൊടുക്കുകയാണ്. ഇതാണ് പ്രത്യക്ഷ ഗ്രേഡിംഗ്. ആദ്യം മാർക്ക് നൽകുകയും പിന്നീട് അതിനെ ഗ്രേഡാക്കി മാറ്റുന്നതുമാണ് പരോക്ഷ ഗ്രേഡിംഗ്. അതാണ് SSLCയിലൊക്കെ ഇപ്പോൾ നിലവിലുള്ളത്. ഇതുകൂടാണ്ട് പഠന പ്രക്രിയയുടെ വിലയിരുത്തൽ, പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, ഇതൊക്കെ യൂണിറ്റ് തലത്തിലുള്ള വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ, ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു കുട്ടിയെ പൂർണ്ണമായിട്ട് വിലയിരുത്തുന്നതും മാർക്ക് നൽകുന്നതും. ഇത്രയുമാണ് ആസൂത്രണം, അതുപോലെ തന്നെ വിലയിരുത്തൽ, ഗ്രേഡിംഗ് രീതി എന്നതിനെ പറ്റി നമുക്ക് പറയാനുള്ള പോയിന്റ്സ്. മറ്റൊരു ചോദ്യം, 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ രചന അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ചെറുവാക്യങ്ങളിലൂടെയുള്ള ആശയാവതരണം നടത്താത്തതാണ് ഇവരുടെ രചന എഡിറ്റ് ചെയ്യുമ്പോൾ ടീച്ചർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് അവര് ചെറുവാക്യങ്ങളിലൂടെ ആയിരിക്കണം ആശയം അവതരിപ്പിക്കേണ്ടത്. അത്തരത്തിലാണോ അവർ ചെയ്തിരിക്കുന്നത് എന്ന് കുട്ടികളുടെ രചന പരിശോധിക്കുമ്പോൾ ടീച്ചർ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു ചോദ്യം, ബാലസാഹിത്യത്തിലെ ഭാഷയെ പറ്റിയിട്ടും അതിലെ കഥാപാത്രങ്ങളെ പറ്റിയുമായിരുന്നു. തീർച്ചയായിട്ടും ബാലസാഹിത്യത്തിലെ ഭാഷ എങ്ങനെയായിരിക്കണമെന്ന് ഒരു ടീച്ചർ അറിഞ്ഞിരിക്കണം. വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്ത ഭാഷയാണ് അവർക്കായി എഴുതുന്ന പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ബാലസാഹിത്യത്തിലെ ഭാഷ എന്ന് പറയുമ്പോൾ അത് ഭാഷയോട് അടുത്തിരിക്കുന്ന ഭാഷയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുട്ടികളുടെ ഭാഷയിൽ വേണം കുട്ടികളോട് സംസാരിക്കാൻ. ബാലസാഹിത്യത്തിൽ അത് ആ കുട്ടികളുടെ നിലവാരത്തിലേക്ക് ആ ഭാഷ മാറുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ പോലും വലിയ വ്യക്തികൾക്ക്, അതായത് മെച്യൂർഡ് ആയിട്ട് ഉള്ള ആളുകൾക്ക് എഴുതുന്ന രീതിയിലല്ല കുട്ടികൾക്ക് എഴുതുന്നത്. ഉദാഹരണത്തിന് പണ്ട് കർണാടകം എന്നൊരു രാജ്യത്ത് ജീരകം എന്നൊരു വിത്ത് നട്ടു. ഇങ്ങനെ പറയുമ്പോൾ, അതായത് ബാലസാഹിത്യത്തിലെ ഭാഷ എന്ന് പറയുമ്പോൾ അതിന് പൊതുവെ ഒരു കൃത്യത വേണമെന്നില്ല. കഥ പറയുമ്പോൾ ആ കുട്ടീനെ കഥയുടെ ഭാഗമായിട്ട് പറയുന്നത് അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു താല്പര്യം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ കുറച്ചുകൂടി സംഭാഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം ബാലസാഹിത്യങ്ങൾ രൂപപ്പെടുത്തേണ്ടത്. അതുപോലെ അവർക്ക് താല്പര്യമുള്ള ശൈലികള്, ഭാഷകള് അവിടെ ഉപയോഗിക്കുക. ധിം, ബ്ലൂം എന്നങ്ങനെയുള്ള രീതിയിലുള്ള ശബ്ദങ്ങള്, അതൊക്കെ അതേ രീതിയിൽ തന്നെ എഴുതാം. അതുപോലെ തന്നെ
ഓരോ പുസ്തകങ്ങൾക്കുമുള്ള പേര് കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള തരത്തിലായിരിക്കുക. ഉദാഹരണത്തിന് മന്ദാരക്കുരുവി, മാണിക്യക്കല്ല്, കുഞ്ഞിക്കൂനൻ, അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര, ഇതൊക്കെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളാണ്. അവർക്ക് ആ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അതിനോടൊരു ആകർഷണം തോന്നുന്ന വിധത്തിലായിരിക്കണം നൽകേണ്ടത്. ഇതൊക്കെയാണ് ബാലസാഹിത്യത്തിലെ ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഹെഡിങ്ങിനെ കുറിച്ച് പറയാം. അതുപോലെ സംസാര ഭാഷയായിരിക്കണം, സിമ്പിളായിരിക്കണം. അതുപോലെ ഡിം ബ്ലൂം തുടങ്ങിയ വാക്കുകളാണ് തരത്തിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വാക്കുകളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. മറ്റൊന്ന്, അതിൽ കുട്ടികളെ തന്നെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന വിധത്തിൽ, കുട്ടികൾ കഥാപാത്രങ്ങളാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കഥ പറയുന്ന കുട്ടി തന്നെ കഥാപാത്രമാകുന്ന തരത്തിലുള്ള കഥകളും കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇനി അതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്ക് തീർച്ചയായിട്ടും മൃഗങ്ങൾ, പക്ഷികൾ, പരിചിത വസ്തുക്കൾ, ഇതൊക്കെ ആയിരിക്കണം കഥാപാത്രങ്ങൾ. ഇവരെല്ലാം സംസാരിക്കുന്നവരാണ്. മൃഗങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക കഴിവുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാകും. പ്രത്യേകിച്ച് കണ്ണീന്ന് തീ പാറുന്ന കുതിര, പറക്കാൻ കഴിയുന്ന ആന, വാല് നീളുന്ന കുരങ്ങൻ, അങ്ങനെ വിശേഷ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ബാലസാഹിത്യത്തിൽ ഒരുപാടുണ്ട്. അതുപോലെ പക്ഷികൾ, മൃഗങ്ങൾ, കുട്ടികൾ, പ്രത്യേക കഴിവുള്ള ദേവന്മാർ, രാജാക്കന്മാർ, അങ്ങനെയൊക്കെയുള്ളത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും. ബാലസാഹിത്യ ലോകത്ത് പാവക്കുട്ടികള്, പ്ലാവിലെ കാള, തൊട്ടിലിലെ കൊച്ചനുജൻ, ഇങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള പേരുകൾ അവർക്ക് നൽകുകയാണെങ്കിൽ, പ്രധാന കഥാപാത്രങ്ങൾക്ക് ഇത്തരം രസകരമായ പേരുകൾ നൽകുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും അവർ. ഓരോ കഥാപാത്രങ്ങൾക്കും പേരുകൾ എന്നതിനോടൊപ്പം തന്നെ അവരുടെ ക്യാരക്ടറൈസേഷൻ അതുകൂടി കുറച്ചുകൂടി രസകരമായിരിക്കണം. മറ്റൊന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്, കാലത്തെ പ്രൗഢി വിളിച്ചോതുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ കഥയിൽ കാണുന്നത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. രാജാവായാലും പ്രഭുക്കന്മാരായാലും പട്ടാളക്കാര്, കൊട്ടാരം, രഥം, മണിമാളിക, ഇതൊക്കെ അവരുടെ ഇമാജിനേഷനിൽ വളരെ രസകരമായിട്ട് വരുന്ന ക്യാരക്ടേഴ്സാണ്. അതിലെ ഇപ്പോൾ രാജകൊട്ടാരത്തിലെ ആ രാജസിംഹാസനം വരെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായി മാറാം. കൊച്ചു മനുഷ്യന്മാര് കഥാപാത്രങ്ങളായിട്ട് വരുന്ന കഥകളും അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമുക്ക് ഉദാഹരണമായിട്ട് പറയുന്നത് നരേന്ദ്രനാഥിന്റെ ഇത്തിരിക്കുഞ്ഞൻ, അതുപോലെ സുജാതയും കാട്ടാനയും, ഉണ്ണിക്കുട്ടനും കഥകളിയും, നമ്പൂരച്ചനും മന്ത്രവും, മനസ്സറിയും യന്ത്രം എന്നുള്ളൊരു കഥ. ഇതിലൊക്കെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യന്മാരും മൃഗങ്ങളോടൊപ്പം തന്നെ അതിലുള്ള ഓരോ വസ്തുക്കളും, ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കഥയാണെങ്കിൽ മനസ്സറിയുന്ന യന്ത്രം, ആ യന്ത്രം തന്നെ ഒരു ക്യാരക്ടറാണ്. കുട്ടികൾ വളരെ രസകരമായിട്ട്, ചെറിയ കുട്ടികൾ മുതൽ, അത് ചെറിയ കുട്ടികൾക്ക് ഒന്നിലും രണ്ടിലും കുട്ടികൾക്ക് അത് വായിക്കാൻ പറ്റുന്ന ഒരു കഥയല്ല, പക്ഷെ നമുക്ക് വായിച്ചു കൊടുക്കാം. അവരിൽ റീഡിങ് ഹാബിറ്റ്സ് വളർത്താനായിട്ട് ഇത്തരത്തിലുള്ള കഥകൾ ചെറുപ്പം തൊട്ട് തന്നെ കേൾപ്പിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെ ഇത്തരത്തിലുള്ള രസകരമായ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകങ്ങളായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുക. ഇതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ചോദിച്ചുകൊണ്ടാണ് ഈ 2 ടോപ്പിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഗണിത പഠനം കുട്ടിയുടെ മറ്റു ജീവിത മേഖലകളിൽ എങ്ങനെ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ഈ അടുത്ത് ചോദിച്ചിരുന്നു. ആ ഒരു ചോദ്യത്തെ പറ്റിയിട്ട് പെട്ടെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കുട്ടികൾക്ക് കണക്ക് കൂട്ടാൻ എന്തെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ അത് കണക്ക് കൂട്ടി സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പ്രൈമറി വരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തന്നെ ഇതിനപ്പുറം നമുക്ക് പറയാവുന്ന കുറച്ച് ഉത്തരങ്ങൾ കൂടിയുണ്ട്. അതായത് ഗണിത പഠനം എന്ന് പറയുന്നത് ഒരാളുടെ ബുദ്ധിയുടെ എല്ലാ കഴിവുകളെയും, ബുദ്ധിപരമായിട്ടുള്ള എല്ലാ കഴിവുകളെയും വികസിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ യുക്തിപരമായിട്ടുള്ള ഒരു ചിന്ത, അതിനുള്ള കഴിവ്, ഏതൊരു വ്യക്തിയുടെയും ജീവിത വിജയത്തിന് ഇത്തരത്തിൽ യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ്
വേണ്ടതാണ്. ഇത്തരത്തിൽ യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഗണിത പഠനത്തിലൂടെ ആ കുട്ടിക്ക് നേടാം. ഗണിത പ്രശ്നങ്ങളുടെ അപഗ്രഥനത്തിലൂടെ അല്ലെങ്കിൽ നിർദ്ധാരണത്തിലൂടെയൊക്കെ ഈ ശേഷി വികസിച്ചു വരുന്നു. നിരീക്ഷണ പാഠവം, മനഃപ്പാഠമാക്കാനുള്ള കഴിവ്, പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, സൃഷ്ടിപരത തുടങ്ങിയ വ്യത്യസ്തമായ കഴിവുകൾ ഗണിത പഠനത്തിലൂടെ കുട്ടി അറിയാതെ തന്നെ നേടി പോകുന്ന ഒന്നാണ്. ഗണിത പഠനത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കഴിവുകൾ കൂടി അവരിൽ കൂടുതലായിട്ട് നമുക്ക് കാണാം. നിരീക്ഷിക്കാനും മനഃപ്പാഠമാക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെയുള്ള കഴിവ് അവരിൽ ഒരു മറ്റു കുട്ടികളെക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള യുക്തി ചിന്താ വികാസത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ധാരാളമായിട്ട് നമുക്ക് ഇപ്പോൾ കാണാവുന്ന ഒന്നാണ്. സ്കൂൾ ടാലന്റ് ലാബ്, ഇതിനെ പറ്റിയിട്ട് തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിനെ തുടർന്ന് അവസാനമായിട്ട് ചോദിച്ച ചോദ്യം, സ്കൂൾ ടാലന്റ് ലാബ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിനായിട്ടൊരു പ്രത്യേക ക്ലാസ് മുറി ഉണ്ടോ എന്നൊരു ചോദ്യമാണ്. എന്താണ് ടാലന്റ് ലാബ് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് അതിന് പ്രത്യേകമായിട്ടൊരു ക്ലാസ് മുറി ഉണ്ടോ, അല്ലെങ്കിൽ അതിനെ തുടർന്ന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണ് ടാലന്റ് ലാബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകോടി പറയാൻ അറിയാവുന്ന ഒരു കാര്യം എന്താണ്, കുട്ടികളിലെ പ്രത്യേക താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യങ്ങൾ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനൊരു പരിപോഷണം നൽകാനായിട്ട് ഉള്ളൊരു സംഭവമാണ് ടാലന്റ് ലാബ്. ഇത്രയും മാത്രമേ ഏതൊരു കുട്ടിക്കും അറിയുള്ളൂ. എന്നാൽ സ്കൂൾ ടാലന്റ് ലാബ് എന്ന് പറയുന്നത് സ്കൂൾ ആരംഭിക്കുമ്പോൾ തന്നെ തുടങ്ങുന്ന ഒരു പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് സ്വന്തമായിട്ട് അവരുടെ ഒരു അവരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ അവർക്ക് ചെറുപ്പം മുതൽ തന്നെ ഒരു എക്സ്പോഷർ ലഭിക്കുകയാണെങ്കിൽ അവരതിൽ കൂടി അവരുടെ ആ ഒരു മേഖലയിലുള്ള അവരുടെ കഴിവിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയും തുടർന്ന് അത് ഒരു തൊഴിലാക്കി എടുക്കാനുള്ളൊരു നിലയിലേക്ക് അവർക്ക് അതിനെ വളർത്താൻ സാധിക്കും. ഇതിനായിട്ട് ടാലന്റ് ലാബ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ജൂണിൽ തന്നെയാണ് ആരംഭിക്കുക. അതായത് ഒരു സ്കൂളിൽ ആദ്യം തന്നെ ടീച്ചേഴ്സ് എത്ര ടാലന്റ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ആദ്യം തന്നെ കണ്ടെത്തണം. അതായത് മലയാളം ഭാഷാപരമായിട്ടുള്ള മേഖലയിൽ ഉൾപ്പെടുന്നവർ, ശാസ്ത്രപരമായിട്ട്, ഗണിതപരമായിട്ട്, സാമൂഹ്യ ശാസ്ത്രപരമായിട്ട്, കലാപരമായിട്ട്, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അതായത് കവിതാ രചന, കഥാരചന, പുസ്തക പാരായണം, പ്രസംഗം, അതുപോലെ കാവ്യാലാപനം, ഇതെല്ലാം മലയാള ഭാഷയിലാണ് ഉൾപ്പെടുക. ശാസ്ത്രപരമായിട്ട് ശാസ്ത്രാന്വേഷണം, ശാസ്ത്ര പഠന ഉപകരണങ്ങൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ ശാസ്ത്ര ക്വിസുകളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, അതൊക്കെ ശാസ്ത്രപരം എന്നൊരു മേഖലയിൽ. ഗണിതപരം എന്ന് പറയുമ്പോൾ ഗണിത പസില്, ജ്യാമിതി രൂപ അതിൻ്റെ നിർമ്മാണം, ഗണിതോപകരണ നിർമ്മാണം, അതുപോലെ ജിങ്സോ പസിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ ഇൻട്രസ്റ്റഡ് ഉള്ളവര്. സാമൂഹ്യ ശാസ്ത്രപരമായിട്ട് വരുമ്പോഴോ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ചരിത്രാന്വേഷണം, സംഘാടനം, ലീഡർഷിപ്പ് സ്കില്ല് കൂടുതലുള്ളവര്, മിക്കവാറും രാഷ്ട്രീയത്തിന്റെ ഒരു ലെവലിലേക്ക് നമുക്ക് അവരെ മാറ്റാം. അങ്ങനെ ആ ഒരു സെക്ഷൻ. അവസാനമായിട്ട് കലാപരത്തിൽ ഒരുപാട് വരും. നാടൻ കലകൾ, സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് അറിയുന്നവർ, അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ, കഥാപ്രസംഗം, നൃത്തം, സംഗീതം, ചിത്രങ്ങൾ വരയ്ക്കല്, അഭിനയം, ഇതൊക്കെ കലാപരമായിട്ട് വരും. ഇതല്ലാതെ തന്നെ നിർമ്മാണപരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും. കളിമൺ ശില്പങ്ങൾ, പേപ്പർ ക്രാഫ്റ്റ്, തടി, ഇലക്ട്രിക്കൽ അതിൻ്റെ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. ഇലക്ട്രോണിക്സിനോട്, പാചകം താല്പര്യമുള്ളവരുണ്ടാവും. ഒരുപാട് കുട്ടികളുണ്ടാവും. കായികം എന്നുള്ളൊരു സെക്ഷനിൽ വരാം. നീന്തൽ, ഫുട്ബോൾ, കബഡി, ഇതൊക്കെ ഇൻട്രസ്റ്റഡ് ഉള്ള കുട്ടികൾ. അതുപോലെ കൃഷി, സംവിധാനം, അതായത് ഇപ്പോൾ നമ്മുടെ യൂട്യൂബൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള താല്പര്യമുള്ളവർ. ഇങ്ങനെ അവസാനമായിട്ട് നമുക്ക് എഴുത്തിനോട് താല്പര്യമുള്ളവരെ വേറൊരു ഗ്രൂപ്പാക്കാം. സ്റ്റോറി റൈറ്റിംഗ് അല്ലെങ്കിൽ കൊറിയോഗ്രഫി, ചില കുട്ടികളുണ്ട് നന്നായി ഡാൻസ് കളിക്കും, അവർ നന്നായി പഠിപ്പിക്കും. അതുപോലെ പോയം റൈറ്റിംഗ്,
ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഗ്രൂപ്പുകൾ നമ്മൾ ക്ലാസ്സിൻ്റെ, അതായത് ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ ആരംഭിക്കുകയും ഓരോ കുട്ടികളെയും അതിലേക്ക് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, ഫ്രണ്ട്സ് ആ ഒരു ഗ്രൂപ്പിലാണ് എന്ന് വിചാരിച്ച് അവരെ ഞാനും കവിത എഴുതാൻ അങ്ങനെ പാടില്ല. കുട്ടികളുടെ ഇൻട്രസ്റ്റ് പ്രത്യേകം ചോദിച്ച് അവരെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അത് ഇനി ഫസ്റ്റത്തെ തന്നെ CPTA വരുമ്പോൾ അതിൽ ഈ കുട്ടികളെ ഏതൊക്കെ കുട്ടികളെയാണ് ഏതൊക്കെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ടീച്ചേഴ്സ് അറിയിക്കുക. അപ്പോൾ പാരൻസ് കൂടി പറയുമല്ലോ, ഇവൻ വെറുതെ കയറിയതാണ്, ചിലപ്പോൾ ഫ്രണ്ട് കയറിയതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പിൽ കയറിയതാണ്, ഇവൻ ഇതിലല്ല താല്പര്യം എന്നുണ്ടെങ്കിൽ അത് പാരൻസ് എന്തായാലും കറക്റ്റ് ചെയ്യും. പാരൻസിനെ അറിയിച്ചിട്ട് വേണം നമ്മളെ ഈ കുട്ടികളെ ഏതെല്ലാം ഗ്രൂപ്പുകളിലാക്കാൻ എന്നുള്ളത് തീരുമാനിക്കാൻ, ഫൈനലൈസ് ചെയ്യാനായിട്ട്. അങ്ങനെ അതിന് ശേഷം ഇവർക്ക് ആവശ്യമായിട്ട് ഓരോ മാസവും അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ശില്പശാലകൾ, ഇതൊക്കെ നമ്മൾ ടീച്ചേഴ്സ് അതിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇതൊക്കെയാണ് ടാലൻറ്റ് ലാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ക്ലാസ് മുറിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവർത്തനമല്ല. പെട്ടെന്ന് ഇതൊരു ക്ലാസ് മുറിയിൽ ടാലൻറ്റ് ലാബ് എന്ന് പറയുമ്പോൾ ലാബ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചത്. ടാലൻറ്റ് ലാബ് ഒന്നും അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ, ഒരു ടീച്ചറാണെങ്കിൽ ടാലൻറ്റ് ലാബ് എന്ന് പറഞ്ഞാൽ അത് ക്ലാസ് മുറിയിൽ നടത്തണ ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ക്ലാസ് മുറിയിൽ ഇരുന്ന് ചെയ്യൂലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലായിരിക്കും ആ ടീച്ചർ അങ്ങനെ ഒരു ഉത്തരം പറയാം. പക്ഷെ തീർച്ചയായിട്ടും ടാലൻറ്റ് ലാബ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം ഓരോ കുട്ടികളെയും ഓരോ ഗ്രൂപ്പിലാക്കിയിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്യാനും. അത് സ്കൂളിലെ അപ്പോൾ പിന്നെ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമുക്ക് ആ കുട്ടികൾക്ക് വീണ്ടും നമ്മളൊന്ന് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയതായിട്ട് കുട്ടികൾ വരുമ്പോൾ അവരെ മാത്രം അവരുടെ താല്പര്യത്തിനനുസരിച്ച് ടാലൻറ്റ് ലാബിലെ ഓരോ ഗ്രൂപ്പുകളിലായിട്ട് ഇട്ടാൽ മതി. ഇതാണ് ടാലൻറ്റ് ലാബ് എന്നൊരു ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം. തീർച്ചയായിട്ടും ഇത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഇതിനെ തുടർന്ന് വരുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അവസാനം നമുക്ക് ഇവർ ചെയ്തെടുത്ത പ്രവർത്തനങ്ങൾ അതിനെ പ്രദർശിപ്പിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാക്കാം. ഒരുപാട് നിർമ്മാണങ്ങൾ, ഉൽപ്പന്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ നിർമ്മിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പാരൻസിനൊക്കെ കാണാനായിട്ട് നമുക്ക് നടത്താവുന്നതാണ്. ഇതാണ് നമുക്ക് ടാലൻറ്റ് ലാബിനെ പറ്റിയിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്തു വരുന്നൊരു ടോപ്പിക്കാണ് ടാലൻറ്റ് ലാബ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പോർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും ഇന്നത്തെ ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും വളരെ കുറച്ച് ടോപ്പിക്സാണ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന തരത്തിൽ പറയാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിൽ രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങളും കമൻസിൽ